ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മുടെ നാട്ടിലെ ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട്. ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും ദുരിതം പിടിച്ചൊരു ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. കൊല്ലം എറണാകുളം റൂട്ടിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാത്രക്കാരുടെ പ്രതിഷേധം നടക്കുകയാണ്. എറണാകുളം നോർത്തിൽ, അതായത് ടൗൺ സ്റ്റേഷനിലാണ് പ്രതിഷേധം. റെയിൽവേ മാനേജർക്ക് പരാതി നൽകാനാണ് തീരുമാനം. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഈ സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഏറെ ദുർഘടമാണ്, ഏറെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ഏർപ്പാടാണ്. ഇപ്പോൾ ഈ കൊല്ലം എറണാകുളം റൂട്ട് ഏറെ തിരക്ക് പിടിച്ചതാണ്. അവിടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഉമേഷ, കേൾക്കാമോ? ട്രെയിൻ യാത്ര ഓരോ ദിവസം ചെല്ലുന്തോറും ദുരിതമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, മതിയായ തീവണ്ടികളില്ല. തീവണ്ടികൾ ഉണ്ടെങ്കിൽ തന്നെ ആവശ്യത്തിന് കോച്ചുകളില്ല. ഒപ്പം തന്നെ ഈ വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിൻ വന്നതോടുകൂടി മറ്റു ട്രെയിനുകൾ വഴിയിൽ പിടിച്ചിടുന്ന സാഹചര്യം, പതിവായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് ട്രെയിനുകൾ ഒരുപാട് ലേറ്റായി ഓടുന്ന സാഹചര്യം, ആവശ്യത്തിന് വേഗതയിൽ പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാണ് കൃത്യമായ സമയത്ത് വണ്ടി ഓടിക്കാത്ത റെയിൽവേയുടെ മറ്റൊരു നടപടിയും. ഉമേഷ്, എറണാകുളം നോർത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു ഇപ്പോൾ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഉമേഷ, കേൾക്കുന്നില്ലേ? എന്നാ പറഞ്ഞോളൂ. കേൾക്കാം മനു. ഈ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ യാത്രാക്ലേശം ഈ റൂട്ടിൽ യാത്രക്കാർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ എന്താണ് പ്രശ്നം? ഇതിപ്പോൾ കുറേ നാളുകളായിട്ട് ഞങ്ങളിത് ഫേസ് ചെയ്യുകയാണ്. ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ട്. പക്ഷെ ആരും ഞങ്ങൾക്ക് ഒരു വില കൽപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഒരു അപകടം നടന്നിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാനാണോ അറിയില്ല. ഞങ്ങൾ വേണാട് സൗത്ത് സ്റ്റേഷനിൽ വരാതായപ്പോൾ തൊട്ട് പറയുന്നതാണ് ഇതിന് പകരമായിട്ടൊരു മെമ്മു ഞങ്ങൾക്ക് രാവിലെയും വൈകിട്ട് അനുവദിക്കുകയാണ്. കോട്ടയം മുതലുള്ള ആളുകൾക്ക് അതിൽ പോരാ, ലോങ് യാത്രക്കാർക്ക് ഈ ദീർഘദൂര സർവീസുകളെ ആശ്രയിക്കാം. ഇനി ഞങ്ങൾ എല്ലാത്തിനും വില്ലിങ്ങാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോച്ച് നിലവിലുണ്ടായിരുന്ന ഈ പാലരുവിലുണ്ടായിരുന്ന ഒരു കോച്ചായിരുന്നു, വലുതായിരുന്നു. അത് ലേഡീസിൽ ബാക്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വലുതും ചെറുതുമായിട്ട് തരുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഒരു 10-20 പേർക്ക് കയറാവുന്ന കോച്ചിൽ നിന്നാണ് ഞങ്ങൾ 200-300 പേര് യാത്ര ചെയ്ത് വരുന്നത്. എന്നും തലകർക്കവും പ്രശ്നങ്ങളുമാണ്. ആളുകളെ വീഴുന്നവരെ ഒന്ന് എടുക്കാനോ അവർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാനോ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ഒന്നും ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു കാലിൽ നിന്നിട്ട് വേണ്ട ഞങ്ങൾ ബാക്കി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ മുളന്തുരുത്തി കൊണ്ടുവന്ന് വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിടുക. ഞങ്ങൾ വികസനത്തിനൊന്നും എതിരല്ല, വന്ദേ ഭാരത് വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് മനുഷ്യരാണ്, ഞങ്ങൾ ഓഫീസിൽ പോകുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു പരാതി കൊടുക്കുകയാണ്. എങ്ങോട്ട് യാത്ര ചെയ്യുന്നവരല്ല ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നതാണ്. കോട്ടയം ഭാഗത്തു നിന്ന് യാത്ര ചെയ്യുന്നതാണ്. ഈ കുട്ടികളൊക്കെ ചങ്ങനാശ്ശേരി സ്ഥിരം യാത്രക്കാരാണ്. ഒരു 10-16 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഏത് ട്രെയിനിലാണ് പതിവായിട്ട് പോകുന്നത്? ഞാൻ പാലരുവിയിലാണ് പോകുന്നത്. രാവിലെ പാലരുവി, വൈകിട്ട് വേണാടിൽ ഇതുപോലെ തന്നെ വേണാടിലും തിരക്കൊക്കെ ഉള്ളതാണ്. പഠിക്കാണോ? അല്ല, ജോലി ചെയ്യുക. ഇങ്ങനെ എത്ര സമയം വൈകാറുണ്ട് ഇവിടെ ട്രെയിൻ വരുമ്പോൾ? ട്രെയിൻ മിക്കപ്പോഴും വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തല ഇറങ്ങി വീഴുകയും എന്നും തിരക്ക് തന്നെ. ലേഡീസ് കോച്ച് ആണെങ്കിൽ നേരത്തെ ഇടയ്ക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വലുതും ചെറുതും ഇട്ട് തരുമായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ല. കുഞ്ഞു പോകിയ ഫ്രണ്ടിലും ബാക്കിലും. നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് ഭയങ്കര